അങ്ങനെ ബാലചന്ദ്രൻ അലീനയെ ആ വീട്ടിൽ നിന്നും പുകച്ചു പുറത്തു ചാടിക്കില്ല എന്ന് ഉറപ്പായതോടുകൂടി തന്നെ രാജീവനും ശിവനും പുതിയ അടവ് ആലോചിക്കുകയാണ്. സ്വന്തം അനിയത്തി വൈജയന്തിയുടെയും ബാലചന്ദ്രന്റെയും കുടുംബജീവിതം പഴയപടിയാവണമെങ്കിൽ ഈ അലീനയെ അവിടെ നിന്നും കെട്ടുകെട്ടിക്കണം. അലീനയുടെ കൂടെ പിറപ്പല്ലെങ്കിലും അവളെ ജീവന് തുല്യം സ്നേഹിക്കുന്ന രേവതിക്കുട്ടിയെ സ്വാധീനിക്കാൻ തന്നെ രാജീവൻ തീരുമാനിക്കുന്നു. മുത്തശ്ശിയിൽ നിന്നു തന്നെ രാജീവൻ ആ കുട്ടിയുടെ നമ്പർ തിരക്കി. അമ്മയുടെ കയ്യിൽ ആ പെൺകുട്ടിയുടെ നമ്പർ കാണുമല്ലോ, അതൊന്നിങ്ങ് തന്നേ എന്ന് ചോദിച്ചപ്പോൾ അലീനയും രേവതിക്കുട്ടിയും തമ്മിലുള്ള സംസാരത്തിന് ഇടനിലക്കാരിയായിരിക്കണമെന്നോണം മുത്തശ്ശി ആ നമ്പർ നേരെ രാജീവന് നൽകി. ഫോൺ കയ്യിൽ കിട്ടിയതും രാജീവൻ ആ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. അപ്പുറത്ത് ഫോണ് ബെല്ലടിക്കുമ്പോൾ മുത്തശ്ശിയുടെ ഫോണിൽ നിന്നും അലീന ചേച്ചി ആയിരിക്കും വിളിക്കുന്നത് എന്ന് കരുതി രേവതിക്കുട്ടി നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ഫോൺ എടുത്തത്. പ്രശ്നങ്ങളൊക്കെ തീർത്ത് മുത്തശ്ശി തിരികെ വീട്ടിലെത്തി കാണുമെന്ന് അവൾ മോഹിച്ചു. എന്നാൽ ഹലോ എന്ന് പറഞ്ഞപ്പോൾ കേട്ടത് ഒരു പുരുഷ ശബ്ദമായിരുന്നു. ആദ്യം ഒന്ന് ഞെട്ടിയെങ്കിലും അവൾ ധൈര്യം സംഭരിച്ചുകൊണ്ട് ചോദിച്ചു, ഹലോ, ഇതാരായി സംസാരിക്കുന്നത്? ഇത് മുത്തശ്ശിയുടെ ഫോണാണല്ലോ, ഇതിൽ നിന്നും നിങ്ങളാരാ? രാജീവൻ പുച്ഛത്തോടെ തിരിച്ചു ചോദിച്ചു. മുത്തശ്ശിയോ? ഏത് മുത്തശ്ശി? ഇത് എന്റെ അമ്മയുടെ ഫോണാണ്. നീ ആരടി എന്റെ അമ്മയെ മുത്തശ്ശി എന്നൊക്കെ വിളിക്കാൻ? നീയൊക്കെ എവിടെയോ പിഴച്ചു പറ്റ കുട്ടിയല്ലേ. എന്റെ അമ്മയൊക്കെ മുത്തശ്ശി എന്ന് വിളിക്കാൻ നിനക്ക് ആരാടി അധികാരം തന്നത്? രേവതിക്കുട്ടിയെ വാക്കുകൾ കൊണ്ട് തളർത്താനായിരുന്നു രാജീവന്റെ ശ്രമം. ഞാൻ നിന്നെ വിളിച്ചത് ചുമ്മാ കുശലം പറയാനൊന്നുമല്ല. നിന്റെ ആ അലീന ചേച്ചിയുണ്ടല്ലോ, അവൾ കാരണം ഇവിടെ വല്ലാത്ത പൊല്ലാപ്പാണ്. അവളെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും കൊണ്ടുപോയേ പറ്റൂ. വൈജയന്തിയും ബാലചന്ദ്രനും തമ്മിലുള്ള അടിപിടിക്ക് കാരണം അവളാണ്. രേവതിക്കുട്ടി അടങ്ങിയിരുന്നില്ല. അവൾ ആഞ്ഞടിച്ചു. എന്റെ ചേച്ചിയെ കൊണ്ടുപോവാൻ പറയാൻ നിങ്ങളാരാ? ചേച്ചിയെ ആ ഓർഫണേജിൽ കൊണ്ടുവിട്ടതും പിന്നീട് തിരികെ കൂട്ടിക്കൊണ്ടുവന്നതും നിങ്ങളും നിങ്ങളുടെ അച്ഛൻ കുഞ്ഞിരാമമേനോനും തന്നെയല്ലേ. എന്നിട്ടിപ്പോ വേണ്ട എന്ന് പറയാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? ചേച്ചി അവിടെ തന്നെ നിൽക്കും. ഇത് കേട്ട് ദേഷ്യം മൂത്ത രാജീവൻ അവൾക്ക് നേരെ ആക്രോശിച്ചു. തെരുവിൽ നിന്നും കിട്ടിയ നീയൊക്കെ ഒരു വീട്ടിൽ വേലക്കാരിയായി കയറി പറ്റിയിട്ട് അവിടുത്തെ അധികാരം സ്ഥാപിക്കാൻ നോക്കുവാണോ? രേവതിക്കുട്ടി വിട്ടുകൊടുത്തില്ല. അവളുടെ ശബ്ദമിടറി. ആരെ പിഴച്ചു പ്രസവിച്ചത്? വലിയ തറവാട്ടിലെ കൊച്ചമ്മമാർ കുടുംബ മഹിമ കാട്ടാൻ വേണ്ടി പട്ടി പ്രസവിക്കും പോലെ പ്രസവിച്ച് വഴിയിൽ ഉപേക്ഷിച്ചു പോയവരല്ലേ നിങ്ങൾ? നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും കല്യാണത്തിന് മുൻപേ പിഴച്ചു പെറ്റിട്ടുണ്ടോ എന്ന് ആലോചിച്ചു നോക്ക്. രേവതിക്കുട്ടിയുടെ ഈ മറുപടി കേട്ട് രാജീവൻ ഒരു നിമിഷം അങ്ങ് സ്തംഭിച്ചു നിന്നുപോയി. ഇവൾക്കെന്തോ വലിയ രഹസ്യമറിയാമെന്ന് അവൻ ഉള്ളാലെ ഭയന്നു. അവൻ കമലയുടെയും ശിവേട്ടന്റെയും മുഖത്തേക്ക് സംശയത്തോടെ നോക്കി. രേവതി വീണ്ടും തുറന്നടിച്ചു. എന്നാ കേട്ടോ, നിങ്ങൾ വേലക്കാരി എന്ന് വിളിക്കുന്ന അലീന ചേച്ചി നിങ്ങളുടെ സ്വന്തം പെങ്ങൾ വൈജയന്തി ആന്റിയുടെ മകൾ തന്നെയാണ്. വൈജയന്തി ആന്റി പ്രസവിച്ച വൈജയന്തി ആന്റിയുടെ സ്വന്തം ചോര. കല്യാണത്തിന് മുൻപുണ്ടായ ആ കുഞ്ഞിനെ കൊന്നുകളയാതെ വഴിയിൽ ഉപേക്ഷിച്ചത് ആന്റിയും നിങ്ങളുടെ കുടുംബവും ചേർന്നിട്ട് തന്നെയാണ്. അല്ലാതെ ആരോ വഴിയിൽ വെച്ച് കളഞ്ഞതൊന്നുമല്ല. ഈ സത്യം ഒരു ഇടിത്തീ പോലെയാണ് രാജീവന്റെ മേൽ പതിച്ചത്. ഒന്നും തിരിച്ചു പറയാനാവാതെ വിയർത്തൊലിച്ചു കൊടുത്തിന് അവൻ പെട്ടെന്ന് ഫോണ് കട്ട് ചെയ്തു. രാജീവന്റെ പെട്ടെന്നുള്ള ഈ ഒരു വെപ്രാളം കണ്ടുകൊടുത്തിന് ശിവരാമനും അതുപോലെ കമലമ്മയും പരിഭ്രമിച്ചു. എന്താടാ രാജീവ, നീ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ വിറയലോടെ തന്നെ പറഞ്ഞു, അലീന, അവൾ നമ്മുടെ വൈജയന്തിയുടെ സ്വന്തം മകളാണ്. അവൾ മരിച്ചുപോയി എന്നാണ് നമ്മൾ കരുതിയത്. പക്ഷേ അച്ഛൻ അവളെ അന്ന് അനാഥാലയത്തിൽ കൊണ്ടുവിട്ടതായിരുന്നു. രേവതിക്കുട്ടിയാണ് ഈ സത്യം എന്നോട് പറഞ്ഞത്. ഞാൻ എന്റെ സ്വന്തം ചോരയാണല്ലോ ഇത്രേ കാലം ദ്രോഹിച്ചു കൊല്ലാൻ നോക്കിയതൊക്കെ. ശിവനും കമലമ്മയും അവനെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. നമ്മൾ അറിഞ്ഞില്ലല്ലോടാ. അവൾ വെറും ഒരു വേലക്കാരിയാണെന്നല്ലേ നമ്മളെല്ലാവരും കരുതിയത്. എന്നാൽ രാജീവന്റെ ഉള്ളിൽ കുറ്റബോധം നീറുകയായിരുന്നു. അവൻ നേരെ അലീനയെ കാണാൻ പോയി. അവൾക്ക് മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് നിന്നു. മോളെ, എനിക്ക് തെറ്റുപറ്റിപ്പോയി. നീ ആരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. നീ എന്നോട് ക്ഷമിക്കണം. നിന്നെ പുകച്ചു പുറത്തു ചാടിക്കാൻ ശ്രമിച്ച ഈ അങ്കിളിന് നീ മാപ്പ് നൽകണം. അലീന ശാന്തമായി തന്നെ മറുപടി നൽകി. അതിൽ എനിക്ക് വിഷമമൊന്നുമില്ല അങ്കിൾ. നിങ്ങൾ അമ്മയെ സഹായിക്കാൻ വേണ്ടി വന്നതല്ലേ. പക്ഷേ ഒരു കാര്യമുണ്ട്. അമ്മ ഒരിക്കലും ഈ സത്യം അറിയരുത്. അമ്മയുടെ അഭിമാനം പോയെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അമ്മ ജീവനോടെ ഇരിക്കില്ല. അമ്മ എന്നെ എത്ര വെറുത്താലും എനിക്ക് സങ്കടമില്ല. എനിക്ക് എന്റെ അമ്മയെ അത്രമാത്രം ഇഷ്ടമാണ്. എന്നെ ഇവിടുത്തെ ഒരു മൂലയിൽ ഒരു വേലക്കാരിയായിട്ട് ഇവിടെ കഴിയാൻ അനുവദിച്ചാൽ മാത്രം മതി. രാജീവൻ അവളുടെ കൈകളിൽ പിടിച്ചു. ഇനി നിന്നെ ഇവിടെ നിന്നും ആരും പുറത്താക്കില്ല മോളെ. ബാലചന്ദ്രനും ഈ സത്യം അറിയാം. അതുകൊണ്ട് തന്നെയാണ് അയാൾ ഇത്രയും ഉറച്ചു നിൽക്കുന്നത്. വൈജയന്തി നിന്നെ വെറുക്കുന്നത് നീ അവളുടെ കുടുംബം തകർക്കുമെന്ന് കരുതിയിട്ടാണ്. പക്ഷേ നീ അവളെ സ്നേഹിക്കുന്നത് കാണുമ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നുന്നു. അലീന പറഞ്ഞു. അമ്മ എന്നെങ്കിലും ഒരിക്കൽ എന്നെ മനസ്സിലാക്കും. മനുവേട്ടനോ അച്ഛനോ പോലും ആദ്യം ഇത് അറിഞ്ഞിരുന്നില്ല. എനിക്കിപ്പോ പരാതികളൊന്നുമില്ല. എന്റെ അമ്മയുടെയും അച്ഛന്റെയും അടുത്ത് എനിക്കിപ്പോൾ സന്തോഷത്തോടെ കഴിയാലോ. രാജീവൻ കനത്ത ഹൃദയത്തോടെ അവിടെ നിന്നും മടങ്ങി. ഇനി താനും ശിവരാമനും അലീനയുടെ കാര്യത്തിൽ ഇടപെടില്ല എന്നും സത്യം പുറത്തു വരുന്ന അന്ന് എന്താകുമെന്ന് കാത്തിരുന്ന് കാണാമെന്നും പറഞ്ഞ് അവൻ അവിടെ നിന്നും യാത്രയായി.
ഇതേ സമയം അലീനയെ എങ്ങനെയെങ്കിലും ഒന്ന് പരിക്കേൽപ്പിക്കാൻ വേണ്ടി വൈജയന്തി ഒരു പുതിയ പ്ലാൻ തയ്യാറാക്കിയിരുന്നു. വീട്ടിലെ വിലപിടിപ്പുള്ള ഒരു സ്വർണ്ണമാല കാണാനില്ല എന്ന് പറഞ്ഞ് വലിയൊരു ബഹളം തന്നെ അവർ സൃഷ്ടിച്ചു. വീട്ടിലെല്ലാവരുടെയും മുന്നിൽ വെച്ച് അലീനയെ മോഷ്ടാവാക്കി ചിത്രീകരിക്കാനായിരുന്നു അവരുടെ ശ്രമം. ഇവളെ പോലെ തെരുവിൽ നിന്നും വന്നവൾക്ക് ഈ സ്വർണങ്ങളൊക്കെ കാണുമ്പോൾ കണ്ണ് മഞ്ഞളിക്കുമെന്ന് പരിഹസിച്ചുകൊണ്ട് തന്നെ വൈജയന്തി അലീനയുടെ മുറി പരിശോധിക്കാനൊരുങ്ങി. എന്നാൽ ഈ സമയം രാജീവനും ബാലചന്ദ്രനും അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. അലീനയുടെ നിരപരാധിത്വം രാജീവന് ഇപ്പോൾ ഉറപ്പാണ്. വൈജയന്തി അലീനയുടെ പെട്ടി തുറന്ന് സ്വർണം എടുത്ത് കാണിക്കാൻ ശ്രമിക്കുമ്പോൾ ബാലചന്ദ്രൻ ഇടപെട്ടു. വൈജയെ, നീ അന്വേഷിക്കുന്ന ആ മാല ദാ ഇതിലാണോ എന്നും ചോദിച്ചുകൊണ്ട് തന്നെ വൈജയന്തി ഒളിപ്പിച്ചു വെച്ചിരുന്ന ആ മാല മറ്റൊരു അൽമാരയിൽ നിന്നും അദ്ദേഹം എടുത്തു കാട്ടുന്നു. എല്ലാവരുടെയും മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ വൈജയന്തി ആകെ നാണം കെട്ട് നിൽക്കുന്ന ആ നിമിഷം അലീനയുടെ കണ്ണുകൾ നിറഞ്ഞു. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. പെട്ടെന്നൊരു ദിവസം വൈജയന്തിക്ക് കഠിനമായ നെഞ്ചുവേദനയും ശ്വാസം മുട്ടലും അനുഭവപ്പെട്ടു. വീട്ടിലാരുമില്ലാത്ത ആ സമയത്ത് അലീന മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. തന്നെ ഇത്രയേറെ ദ്രോഹിച്ച അമ്മയാണല്ലോ എന്ന് കരുതിയിട്ട് അവൾ മാറി നിന്നില്ല. പ്രഥമ ശുശ്രൂഷ നൽകി അതിവേഗം തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കാൻ അവൾ മുൻകൈയെടുത്തു. ആശുപത്രിയിൽ അത്യാസന്ന നിലയിലായിരുന്ന വൈജയന്തിക്ക് രക്തം അത്യാവശ്യമായി വന്നപ്പോൾ അലീന തന്റെ സ്വന്തം രക്തം നൽകി അമ്മയുടെ ജീവിതത്തിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നു. ബോധം തെളിഞ്ഞു വന്ന വൈജയന്തി കാണുന്നത് തന്റെ കട്ടിലിനരികിൽ ഉറക്കമിളച്ചിരിക്കുന്ന അലീനയാണ്. രാജീവൻ പതുക്കെ വൈജയന്തിക്ക് അരികിലേക്കെത്തി. നീ ആരെയാണോ ഇത്ര കാലം വെറുത്തത്? ആരിവിടെ നിന്നും പോവണമെന്നാണോ നീ ആഗ്രഹിച്ചത്? അവൾ കാരണമാണ് നിനക്കിപ്പോ ഈ രണ്ടാം ജന്മം കിട്ടിയത് വൈജയെ, രാജീവൻ ഗദ്ഗദത്തോടെ പറഞ്ഞു. തുടർന്ന് വർഷങ്ങളായി മൂടിവെച്ചിരിക്കുന്ന ആ ഒരു സത്യം, അലീന വൈജയന്തിയുടെ സ്വന്തം മകളാണെന്ന സത്യം രാജീവൻ തുറന്നു പറയുന്നു. ആ വാർത്ത കേട്ടതും വൈജയന്തി ആകെ തകർന്നുപോയി. വർഷങ്ങളായി താൻ ചെയ്ത ക്രൂരതകൾ ഓർത്തുകൊണ്ട് തന്നെ അവൾ അലീനയുടെ കൈയും പിടിച്ച് പൊട്ടിക്കരഞ്ഞു. എന്റെ മോളെ, നീ എന്നോട് ക്ഷമിക്ക് എന്ന ആ അമ്മയുടെ വിളി കേൾക്കാൻ കാത്തിരുന്ന അലീന അവരെ കെട്ടിപ്പിടിച്ചു. ആ വലിയ കുടുംബത്തിലെ പിണക്കങ്ങളെല്ലാം തന്നെ അന്ന് ആശുപത്രി മുറിയിൽ വെച്ചുകൊണ്ട് തന്നെ അവസാനിച്ചു. അങ്ങനെ ബാലചന്ദ്രനും വൈജയന്തിയും അലീനയും തങ്ങളുടെ മകളായി ലോകത്തിനു മുന്നിൽ തന്നെ അംഗീകരിച്ചു. ഒരു വേലക്കാരിയായി ആ വീട്ടിൽ പ്രവേശിച്ച അലീന ഒടുവിൽ ആ തറവാട്ടിലെ യഥാർത്ഥ അവകാശിയായി മാറി. എല്ലാവരുടെയും പ്രിയപ്പെട്ടവളായി മാറി. സ്നേഹവും സത്യവും എന്നും വിജയിക്കുമെന്ന് അലീന തെളിയിച്ചു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്ന നല്ല സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡുകളൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ബൈ.